നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കം തുറന്നിരിക്കുകയാണ്. ഇതുവഴി ദിവസവും ഇപ്പോൾ നിശ്ചിത എണ്ണം കപ്പലുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന നിർബന്ധത്തിലാണ് ഇറാൻ. അതേസമയം ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനാണ് ഇറാൻ്റെ പുതിയ നീക്കം എന്നാണ് പറയപ്പെടുന്നത്. $20 ലക്ഷം ഒരു കപ്പലിന് കടന്നു പോകാൻ ഇറാൻ ഈടാക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് വലിയൊരു തുക തന്നെയാണ്. അതേസമയം ഇതുവഴി തങ്ങളുടെ അനുമതി വാങ്ങാതെ ഏതെങ്കിലും കപ്പലുകൾ കടന്നു പോയാൽ അവ മുക്കിക്കളയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ചില റേഡിയോ സന്ദേശങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന. ഇതിനെ ഡൊണാൾഡ് ട്രംപും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ള ചില ദുസ്സൂചനകൾ നൽകി. അതായത് ചൈനയാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ തുക ചൈനീസ് കറൻസിയായ യുവാൻ വഴിയോ അതല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ടോ വേണം നൽകാനെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചൈനീസ് കറൻസി വഴി നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്തോ ഒരു ഒത്തുകളി ഉണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചത്തേക്ക് അവർ സുരക്ഷിതരാണ്. ആക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുകയില്ല എന്ന് ഇപ്പോൾ അമേരിക്ക ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ കപ്പലുകൾ യഥേഷ്ടം കടത്തിവിടുകയും അതുവഴി വലിയ തോതിലുള്ള ധനസമ്പാദനം നടത്താം എന്നുമാണ് ഇറാൻ കരുതുന്നത്. സാധാരണഗതിയിൽ വൻതോതിലുള്ള എണ്ണ വ്യാപാരത്തിലൂടെ ഓരോ ദിവസവും കോടികൾ സമ്പാദിച്ചിരുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം വന്നതിൻ്റെ തൊട്ട് പിന്നാലെ എണ്ണ വിൽപ്പന അല്ലെങ്കിൽ എണ്ണയുടെ വ്യാപാരം ഏതാണ്ട് തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇത്രയും വലിയ തുക ടോൾ പിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് എല്ലാവരും ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതിനിടെ ഉണ്ടായ മറ്റൊരു വലിയ സംഭവവികാസം നാറ്റോയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ പലതും തങ്ങൾ ഇറാനെ ആക്രമിച്ച സമയത്ത് കൂടെ നിന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിമർശനം. എല്ലാവരും നാറ്റോയുടെ കാര്യങ്ങൾക്കായി പണം നൽകണം എന്നുള്ള വ്യവസ്ഥ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വേണ്ടി വന്നാൽ നാറ്റോ സഖ്യം വിട്ടുപോകും എന്നുള്ള ഭീഷണിയും ട്രംപ് ഇപ്പോൾ മുഴക്കിയിരിക്കുകയാണ്. അതേസമയം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ആകട്ടെ ഡൊണാൾഡ് ട്രംപിനെ വാനോളം പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപിനെ വലിയ വിശേഷങ്ങളോടുകൂടിയാണ് അദ്ദേഹം അഭിനന്ദിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് ആവശ്യത്തിലധികം ഞങ്ങൾ സഹായം നൽകാം, താങ്കളാണ് യുദ്ധത്തിലെ യഥാർത്ഥ വിജയി, ഇത് ഈ യുദ്ധത്തിൻ്റെ പിന്നിലെ ചാലകശക്തി താങ്കളാണ് തുടങ്ങിയ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഈ മാർക്ക് റൂട്ടെ അയച്ചിരുന്നു. ഏതായാലും നാറ്റോ സെക്രട്ടറി ജനറലിൻ്റെ ഇത്തരം സന്ദേശങ്ങളെല്ലാം തന്നെ പിന്നീട് ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്തുവിടുകയായിരുന്നു. ഇതിലും അങ്ങനെയാണ് ലോകം ഈ നാറ്റോ സെക്രട്ടറി ജനറൽ ട്രംപിനെ സോപ്പിടാൻ നടക്കുന്ന വിവരം മനസ്സിലാക്കിയത്. ഏതായാലും പാശ്ചാത്യ രാജ്യങ്ങൾ പലതും ട്രംപിനെതിരെ രംഗത്തെത്തിയത് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് അതിരൂക്ഷമായ വിമർശനവുമായി ട്രംപിനെതിരെ രംഗത്തെത്തിയത്. അതേ തുടർന്ന് ഇറാനാകട്ടെ ഹോർമൂസ് കടലിടുക്ക് വഴി അവരുടെ കപ്പലുകൾ, അതായത് ഫ്രാൻസിൻ്റെ കപ്പലുകളെല്ലാം തന്നെ കടന്നു പോകാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഫ്രാൻസ് ഔപചാരികമായി ഇറാനോട് ആവശ്യപ്പെടുക പോലും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇളവ് ഫ്രാൻസിന് അനുവദിച്ചത്. അത് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഇതെല്ലാം തന്നെ ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കി എന്നാണ് പറയപ്പെടുന്നത്. തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പലപ്പോഴും ട്രംപ് സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നാറ്റോ സഖ്യം വിട്ടുകളയും എന്നുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും നാറ്റോ സെക്രട്ടറി ജനറലുമായി ഡൊണാൾഡ് ട്രംപ് ഈ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഇനിയുള്ള മുന്നോട്ടുള്ള തീരുമാനങ്ങളെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ്. കാരണം ട്രംപിനെ പിണക്കാൻ കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക പോലെയുള്ള ഒരു വമ്പൻ രാജ്യം നാറ്റോ സഖ്യത്തിൽ നിന്ന് പുറത്തു പോയാൽ അത് തങ്ങൾക്ക് വലിയ തോതിലുള്ള ബാധ്യത വരുത്തി വയ്ക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയും ട്രംപിനെ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഹേഗിൽ നടക്കുന്ന ഉച്ചകോടിയിൽ എല്ലാവരും ഒത്തുകൂടുകയും അവിടെ വെച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമാണ് ഈ ഇപ്പോഴുള്ള നാറ്റോയിലെ സഖ്യ രാജ്യങ്ങളെ രാഷ്ട്രത്തലവന്മാർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയൊക്കെ തന്നെ ട്രംപിൻ്റെ നിലപാട് കൂടുതൽ മോശമായി വരികയാണ് എന്ന റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കം നടക്കുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലിൽ നിന്ന് ഇത്തരത്തിൽ പണം പിരിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അവർക്ക് കോടികളായിരിക്കും വെറുതെ കിട്ടുക. അത് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും ഒക്കെ ഒരു പക്ഷേ അത് ഉപയോഗിക്കാനായിരിക്കാം ഇറാൻ ഇതിന് തയ്യാറെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട ഒന്നാം നിര നേതാക്കളെ മുഴുവൻ
അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഇറാനിലെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനി ഇപ്പോഴും അബോധാവസ്ഥയിൽ കോമ സ്റ്റേജിൽ തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ IRGC-യുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ഇൻ്റലിജൻസ് മേധാവിയും കൂടെ വധിച്ച സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അതിനിടയിലാണ് ഇറാൻ ഈ ഒരു പുതിയ ഡിമാൻഡുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.